Hi everyone. നമ്മളുടെ ക്ലാസ് 9th chapter 2 ഒരു topic pending ആയിരുന്നു, that is separation techniques. So this is the part 1 for that topic. Okay. So എന്താ പറയുന്ന ഈ separation techniques നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ how to separate the components of a mixture. Okay. Mixtures നെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി ഡിസ്കസ് ചെയ്തായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ please do watch that video related to mixtures. I have given the link in the description, so check out those videos and then get back to this one. Okay, so let's see what all separation techniques you'll be covering. So ഇതൊക്കെയാണ് നമ്മളുടെ സെപ്പറേഷൻ ടെക്നിക്സ് നമുക്ക് ഒരു ക്ലാസ് 9 സിലബസ് വെച്ച് നോക്കി കഴിയുമ്പം കവർ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇവാപറേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, സെപ്പറേഷൻ യൂസിങ് സെപ്പറേഷൻ ഫണൽ, then sublimation, chromatography, crystallization and distillation. Okay, ഇതിൽ എന്താ പറയുന്നത് ഈ എന്താ പറയുന്നത് ഇവാപറേഷൻ, സെൻട്രിഫ്യൂഗേഷൻ, സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണലും സബ്ലിമേഷനും ഈ ടോപ്പിക്സ് വളരെ കമ്പാരേറ്റീവ്ലി സിമ്പിൾ ആണ്. ആൻഡ് ഇത് ലൈക്ക് ഒരു എന്താ പറയുന്ന ഒരു what to say ഒരു ജൂനിയർ ലെവലിലുള്ള ഒരു like methods ആണ്. Yeah, definitely they'll find application even in the higher levels, but then it is comparatively simpler. Okay, adu kazhinja ee varuna moonu topics, that is chromatography, crystallization and distillation. They are extremely important practical techniques, okay, lab techniques which you will use even in higher level. And when I say higher level, even in research labs you can see people using these techniques. Chromatography, crystallization, distillation okke valare common aayittu ninge higher level lum kaanan pattunnana. Adinte porayil nalla എന്താ പറയുന്നത് comparatively അത് complicated ആണ് if you compare it to these topics. Okay, so plan എന്താന്ന് വെച്ചാൽ ഇതിപ്പം എല്ലാം കൂടെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ it will be very lengthy video and അത് ഭയങ്കര boring ആയിരിക്കും. So what I have planned is I'll cover two topics in a single video. So ആദ്യം ഞാൻ evaporation and centrifugation ഇന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വരാൻ പോകുന്ന നെക്സ്റ്റ് സെപ്പറേഷൻ ടെക്നിക്കിന്റെ വീഡിയോയിൽ സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണലും സബ്ലിമേഷനും കവർ ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ മൂന്നാമത്തെ പാർട്ടിൽ ക്രോമാറ്റോഗ്രാഫിയും ക്രിസ്റ്റലൈസേഷനും കവർ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഡിസ്റ്റിലേഷൻ എടുക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള എന്താ പറയുക സബ് ടോപ്പിക് ആണ് കമ്പയർഡ് ടു ദ റിമൈനിങ് വൺ. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ഇവാപറേഷൻ ആൻഡ് സെൻട്രിഫിഗേഷൻ. സോ നൗ ലെറ്റ്സ് മൂവ് അഹെഡ്. സോ ഇവാപറേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താന്ന്, റൈറ്റ്? സോ ഇവാപറേഷൻ ടെക്നീക്ക് നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വേർ ഡു വി യൂസ് ദിസ് ടെക്നീക്ക്? So ipo namakkoru we have something like a mixture, okay, and then endha parayunnathu when you have to separate a volatile component which is dissolved in a volatile solvent, like, and that volatile component ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്ന ഒരു volatile non volatile component ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു solute ആണ് which is dissolved in a volatile solvent. Now non volatile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകത്തില്ലാത്ത എന്താ പറയുന്ന കമ്പോണൻസ് ആയിരിക്കും. അതേസമയത്ത് volatile എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് അതിന്റെ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനത്തെ കേസുകളിലാണ് നമുക്ക് യൂഷ്വലി ഇവാപറേഷന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. സോ നമുക്ക് ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ how can we obtain colored component, that is dye, from a blue or black ink sample? Okay, namukku blue allengil black ink sample undengil adilulla colorinte component, that is that dye, okay, that is actually dissolved in water alle. So how can we separate that? So that can be done using a very simple experiment. First of all, ningal oru beaker il korchu vellam edutittu adinte mellu watch glass vechitte adilotte nammalde എന്താ പറയുന്നത് ഇങ്കിന്റെ സാമ്പിൾ ഇടണം. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ നിന്ന് അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് what will happen is എന്താ പറയുന്നത് കുറെ നേരം ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഇങ്കിലുള്ള വെള്ളം എന്ന് പറയുന്ന ഇവാപറേറ്റ് ആയി പോകും. ഓക്കെ, it will turn into water vapors and it will get away, and then you will be left with the ink. Now direct heating ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ഒരു ബീക്കറിൽ വെള്ളം വെച്ചിട്ട് അവിടുന്ന് പാസ് ഓൺ ആവുന്ന ഹീറ്റ് ത്രൂ ആണ് നമ്മൾ ഈ സെപ്പറേഷൻ ലൈക്ക് ദാറ്റ് ഇവാപറേഷൻ പ്രോസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ
ഇങ്കിലുള്ള ഡൈ കമ്പോണൻസ് ഡീകമ്പോസ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. സോ ആ ഡീകമ്പോസിഷൻ അങ്ങനത്തെ ഒരു കേസ് വരാതിരിക്കാൻ, അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എന്താ പറയുന്നത്, ഡയറക്റ്റ് ഇങ്കിനെ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഇങ്കിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് അല്ലെങ്കിൽ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിട്ട് ഡയറക്റ്റ്ലി ഹീറ്റ് ചെയ്താണെങ്കിലും ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, റൈറ്റ്? പക്ഷെ നമ്മൾ ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഹീറ്റിംഗ് വന്നു കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ ഡയറക്റ്റ് ഹീറ്റ് അതിലോട്ട് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ നമ്മളുടെ ഡൈ ഡീകമ്പോസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ദാറ്റ്. സോ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ വെള്ളം കമ്പറേറ്റീവ്ലി വോളറ്റൈൽ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകും. പക്ഷെ അതേ സമയത്ത് ഡൈ അങ്ങനെ അത് ഇപ്പോഴത്തെ ലൈക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ ഇറ്റ്സ് നോൺ വോളറ്റൈൽ കമ്പോണന്റ്, സോ ഇറ്റ് വോണ്ട് ഗോ ഇൻ ടു ദ വേപ്പർ ഫേസ് ആസ് വാട്ടർ. സോ നമുക്ക് ആ ഒരു ഡിഫറൻസിനെ ഇവിടെ യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ ഡൈനെ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബ്ലൂ ഓർ ബ്ലാക്ക് ഓർ റെഡ് വാട്ട് എവർ ഇങ്ക് ഇറ്റ് ഈസ്. ഓക്കെ, ഇതിന്റെ ഒരു വേറെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇസ് ദിസ് വൺ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന ടേബിൾ സോൾട്ട് എവിടുന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഫ്രം സീ വാട്ടർ. സീ വാട്ടർ ഹൈ ടൈഡ്സ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് കളക്ട് ചെയ്തിടും. ഓക്കെ, എന്നിട്ട് സൺറേസിന്റെ ആ ഒരു ഹീറ്റ് കാരണം അതിലുള്ള വാട്ടർ എന്ന് പറയുന്നത് ഇവാപ്പറേറ്റ് ആയി പോയി കഴിയുമ്പോഴത്തേക്ക് വിൽ ബി ലെഫ്റ്റ് വിത്ത് ദ സോൾട്ട് ഇൻ ഇറ്റ്, and that is further processed and then packed and then is available in the market for us to buy. Okay, then let us now move on to the next one, so that is centrifugation. So നമുക്ക് centrifugation എവിടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സോ എന്താ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ സെൻട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുന്നത്, ആ ഒരു മിക്സ്ചറിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ്, ലൈക്ക് സോളിഡ് ഇസ് ഇൻ ലിക്വിഡ്, ഓക്കെ സപ്പോസ്. സോ ആ സോളിഡ് പാർട്ടിക്കിൾസ് ആർ സോ സ്മോൾ ദാറ്റ് നമുക്ക് ഒരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, ഞാനിപ്പം കുറച്ച് എന്താ പറയുന്നത് ഒരു കുറച്ച് സാൻഡ് എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിനെ ഫിൽട്ടർ പേപ്പറിലോട്ട് ഇട്ട് കഴിയുമ്പം യു ക്യാൻ സെപ്പറേറ്റ് ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ ചോക്ക് പൗഡർ എടുത്ത് നമ്മൾ അതിനെ വെള്ളത്തിനകത്തിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്തു ആൻഡ് ഐ ഹാവ് എ മിക്സ്ചർ ദെയർ, ഓക്കെ, ദാറ്റ് ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ഓക്കെ, ആൻഡ് നമ്മളൊരു ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ സെപ്പറേറ്റ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഫിൽട്ടർ പേപ്പർ വെച്ച് അതിൽ കൂടെ നമ്മൾ ആ എന്താ പറയുന്നത് ആ മിക്സ്ചറിനെ പാസ് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ചോക്ക് കമ്പോണന്റ് ഫിൽട്ടർ പേപ്പറിൽ ബാക്കി കാണും ആൻഡ് ദാറ്റ് വാട്ടർ വിൽ പാസ്. ഓക്കെ, സോ എന്താ പറയുന്നത് ദാറ്റ്സ് ഈസി. ബട്ട് ദെൻ there are cases like you have seen in case of colloids and all that the particle size is very small, right? So ആ സമയത്ത് നമുക്ക് എന്താ പറയുക ഫിൽട്ടർ പേപ്പർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ അവിടെ ഞാൻ കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ദാറ്റ് കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾസ് വളരെ സ്മോൾ ആയതുകൊണ്ട് നമുക്ക് there is an alternative for filter paper, that is using a semi permeable membrane. That is also an option, and this is another option which is very commonly seen in labs. Okay, so that is called centrifugation. Okay, so ഇതിൽ എന്താ പറയുന്നത്, ഇതിന്റെ പുറകിലുള്ള ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സാമ്പിൾ, ഓക്കെ, ഫോർ എക്സാമ്പിൾ മിൽക്ക് ആയിക്കോട്ടെ, മിൽക്ക് ഇസ് എ കൊളോയിഡ്, റൈറ്റ്? സോ അതിൽ ഫാറ്റ് കമ്പോണൻസും ഉണ്ട് വാട്ടറും കൂടെ ഉള്ള മിക്സ് ആയിട്ടുള്ള ഒരു കൊളോയിഡ് ആണത്, അല്ലേ? സോ അതിൽ ആ എന്താ പറയുന്നത് അതിലുള്ള ആ ഫാറ്റ് കമ്പോണൻസ് ഇപ്പൊ നമ്മൾ മിൽക്ക് സാമ്പിൾ എടുത്ത് സാധാരണ നമ്മളുടെ എന്താ പറയുന്ന സയൻസ് ലാബ്സിലൊക്കെ കിട്ടുന്ന ഫിൽട്ടർ പേപ്പറിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുഴുവൻ മിൽക്ക് അതിൽ കൂടെ പാസ് ഓൺ ചെയ്ത് പോവുക ചെയ്യുന്നത്, അല്ലാതെ നമുക്കൊന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ്? പക്ഷേ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് സെൻട്രിഫിഗേഷൻ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് you can take that sample and നമ്മൾ ആ ഒരു സാമ്പിളിനെ വളരെ ഹൈ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്പീഡിൽ ലൈക്ക് നമ്മൾ എന്താ പറയുന്നത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിലുള്ള രണ്ട് കമ്പോണന്റ്, ദാറ്റ് ഫാറ്റ് കമ്പോണന്റ് ആൻഡ് ദ വാട്ടർ കമ്പോണന്റ്, അതിൽ ഏതാണോ ലൈറ്റർ that will get separated from the heavier one, okay, and the lighter one will come to the surface whereas the heavier one will be forced to go to the bottom. Okay, so that is the principle behind this technique called centrifugation, and there is like ippam namakku idine deeper aayittu nokki kayinjal adile centrifugal forces und adineyokke namukku consider cheyidum explain cheyam, പക്ഷെ അത് നിങ്ങളുടെ എന്താ പറയുന്നത് സിലബസിന്റെ
ലിമിറ്റിനേക്കാളും കുറച്ച് കൂടുതലാണ്. It's beyond your scope of the syllabus, so I can't go into that. So for time's sake, because you'll learn about centrifugal force, centripetal force and all in physics, and then once you have that background, then it's easy to explain you in that terms. But then for time being, you can understand that the principle behind centrifugation is that when you have a mixture and when you rotate it with a high speed, and the lighter particles that will stay on the surface and the heavier particles will be forced to move to the bottom of that liquid. Okay, so ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, yeah, as I said, like if you have to separate cream from milk, anyway you can't use a filter paper, so you can use centrifugation to do that. So എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, you'll take that sample, okay, and then you'll put it in the apparatus, okay, and that apparatus നമുക്ക് സെറ്റ് ചെയ്യാം. ലൈക്ക് നമ്മളുടെ നോർമലി ലാബ്സിലൊക്കെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന എന്താ പറയുന്ന മെഷീനിലാണെങ്കിൽ നമുക്ക് അതിന്റെ എത്ര സ്പീഡിലാണ് അത് കറങ്ങേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിന്റെ അക്കോർഡിംഗ് നമുക്ക് എന്താ പറയുന്നത് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മളൊരു വളരെ ഹൈ സ്പീഡിൽ നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് this is the sample before doing that rotation process, okay, and once you do that, after centrifugation you can see that cream is separated out of milk, okay. So this is how centrifugation happens. So sadharana labs like nokkinja, this is a machine. Nammal lab like centrifugation cheyan ubhayikkunna machine inganteyanu. Nammal inganthe tube il adu aakkite nammal you can see a circular like holding, right? So അതിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഈ ലിഡിനെ ക്ലോസ് ചെയ്യുവാണ് ചെയ്യുന്നത്, ഓക്കെ. അതും ഇതിപ്പം നിങ്ങൾക്ക് ഇതൊരു എക്സ്ട്രാ നോളജ് ആണ്. ജസ്റ്റ് ഐ എം ടെല്ലിംഗ് ഫോർ ലൈക്ക് if you are interested that എന്താ പറയുന്നത്, ഒരു ബാലൻസ്ഡ് വേയിലാണ് നമ്മൾ വെക്കുന്നത്. ലൈക്ക് ഇവിടെ ഒരു ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ we have to place a parallel എന്താ പറയുന്നത് അതേ ലെവലിൽ. ഇപ്പം സപ്പോസ് ഒരു ട്യൂബേ ഉള്ളൂ എനിക്ക് സെൻട്രിഫ്യൂജ് ചെയ്യാൻ, പക്ഷെ അതിന്റെ ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടുത്തെ ഈ ട്യൂബിനെ ഇപ്പൊ ഇവിടെ വെക്കുവാണെങ്കിൽ ഇതിന്റെ അത്രയും ലെവലിൽ നമ്മൾ ഒരു ട്യൂബിൽ സപ്പോസ് വെള്ളം എടുത്താണെങ്കിലും നമ്മൾ പാരലലി അതേ ഇതിൽ ബാലൻസ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് എന്താ പറയുന്നത്, നമുക്ക് വേണ്ട ആ സ്പീഡിൽ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്തിട്ട് we'll let it rotate and then get separated. So once it is done, if you open the lid and check, you'll see that it will be separated. ഇതിപ്പം സാധാരണ ഒരു നോർമൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ലാബ്സിലാണ്. അതേപോലെ തന്നെ സെയിം ടെക്നിക് സെൻട്രിഫിഗേഷൻ ഒത്തിരി ഇമെൻസ്ലി യൂസ് ചെയ്യുന്നതാണ് ബയോളജിക്കൽ സ്റ്റഡീസിലും, ലൈക്ക് ബയോ സയൻസസിൽ ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. അതെന്ന് പറയുമ്പോൾ ബയോ സയൻസസിൽ മെജോറിറ്റി നമ്മളുടെ സ്റ്റഡി ഒക്കെ എന്ന് പറയുന്നത് വളരെ സ്മോളർ ലെവലിലാണ്. ആൻഡ് ദെൻ അവർ യൂസ് ചെയ്യുന്നൊക്കെ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും like it will be smaller, and you can see here, you can see a vial, okay. So this one is like very small compared to this test tube. This is how they have things in much lesser quantity. So but then basic structure you can see it's almost the same. So this is how it is done. So ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ മെഷീനിൽ എങ്ങനെ അത് വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി സേക്ക് അത് എങ്ങനെയാണ് റിയാലിറ്റിയിൽ കണ്ടാലിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ ഇത് എക്സ്ട്രാ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, ഓക്കെ. സോ പക്ഷെ യു ജസ്റ്റ് നീഡ് ടു നോ അബൌട്ട് this principle, what exactly is happening, and then this basic diagram, okay. That's more than enough. This is for your information sake, just if you are like curious about it. So that's why. Okay, so that's all for today. So we learned about evaporation technique, where you can use that technique when you have to separate non-volatile solute from a volatile solvent. Like അതിന്റെ ബെസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ സീ വാട്ടറിൽ നിന്ന് എന്താ പറയുന്നത് സോൾട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് സെൻട്രിഫിഗേഷൻ, വേർ യു യൂസ് ദിസ് ടെക്നിക് ബൈ റൊട്ടേറ്റിംഗ് ദ സാമ്പിൾ ഓർ ദ മിക്സ്ചർ at a high speed such that lighter particles will start floating on the surface and the heavier ones will be forced to go down. And അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടത് how to separate cream from milk. So that's all for today's video. So I hope you understood the concepts, and chapter 3 started it under, so do check out that as well. And yeah, that's it. So don't forget to like, share and subscribe. Thank you.